നമസ്കാരം. പ്രധാന വാർത്തകൾ. KSU നൽകിയ ഹർജി പരിഗണിച്ച് ഹൈക്കോടതി ഉത്തരവ്. ഒറ്റപ്പാലം NSS കോളേജിലെ ക്രമസമാധാന പ്രശ്നത്തെ തുടർന്ന് നിർത്തിവെച്ച യൂണിയൻ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാൻ നിർദ്ദേശം. കോളേജിലെ വരണാധികാരിയോട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഉത്തരവിട്ട് ഹൈക്കോടതി. അധിക ഫെയർ വാല്യൂ നിശ്ചയിച്ച് വിവാദമായ പാതാക്കര മലയിൽ വീണ്ടും സ്ഥലം ഏറ്റെടുക്കാൻ നഗരസഭാ തീരുമാനം. ഇതിനെതിരെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി CPM കൗൺസിലർമാർ. പട്ടാമ്പി നഗരസഭയിലെ വാർഡ് വിഭജനം രാഷ്ട്രീയ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വാർഡ് വിഭജനമാണ് നടന്നിരിക്കുന്നതെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. അശാസ്ത്രീയമായ വാർഡ് വിഭജനം അധികാര വികേന്ദ്രീകരണത്തെ അട്ടിമറിക്കുന്നതാണെന്നും ബൽറാം. 35ാമത് മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കോട്ടക്കലിൽ തുടക്കമായി. 5 ദിവസങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവം ശ്രീകൃഷ്ണപുരത്ത് തുടരുന്നു. വാടനാംകുറിശ്ശിയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ മോഷണ ശ്രമം. 10ാം വാർഡ് മെമ്പർ പ്രിയ പ്രശാന്തിന്റെ വീട്ടിലും കള്ളനെത്തി. കുറുവ സംഘമല്ലെന്ന് പോലീസ്. പെരിന്തൽമണ്ണ കുളത്തൂരിൽ ഓട്ടോറിക്ഷയിൽ വിൽപ്പനയ്ക്കെത്തിച്ച കഞ്ചാവുമായി 2 പേർ കൊളത്തൂർ പോലീസിന്റെ പിടിയിൽ. കോഴിക്കോട് കണ്ണൂർ സ്വദേശികളാണ് പിടിയിലായത്. വാർത്തകളിലേക്ക് വിശദമായി. ഒറ്റപ്പാലം NSS കോളേജിൽ ക്രമസമാധാന പ്രശ്നത്തെ തുടർന്ന് നിർത്തിവെച്ച യൂണിയൻ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ നിർദ്ദേശം. KSU നൽകിയ ഹർജി പരിഗണിച്ചാണ് കോളേജിലെ വരണാധികാരിയോട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. കോളേജിലെ ജനറൽ സീറ്റുകളിലേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാനാണ് വരണാധികാരിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ച തീയതി മുതൽ 2 ദിവസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടപടികൾ തുടങ്ങണമെന്നും ഉത്തരവിലുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയുടെ അംഗീകാരവും വാങ്ങണം. സമയ ഷെഡ്യൂൾ അനുസരിച്ച് തിരഞ്ഞെടുപ്പ് കർശനമായി നടത്താനാണ് ഹൈക്കോടതി ഉത്തരവ്. തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകില്ലെന്ന് ബന്ധപ്പെട്ട സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഉറപ്പുവരുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ തുടർന്നാണ് കോടതി ഹർജി പരിഗണിക്കുന്നത് മാറ്റിയിരുന്നത്. കഴിഞ്ഞ മാസം 10-നാണ് കോളേജിൽ തിരഞ്ഞെടുപ്പ് നടന്നത്. ക്ലാസ് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള മത്സരത്തിൽ KSUവിനും SFIക്കും 6 സീറ്റുകളിൽ തുല്യ വോട്ടുകൾ ലഭിച്ചതോടെയായിരുന്നു അനിശ്ചിതത്വങ്ങൾക്ക് തുടക്കം. KSUവിന് 4-ഉം SFIക്ക് 2 സീറ്റുകളിലായിരുന്നു ലോട്ടെടുപ്പിൽ വിജയം. ഇതേ ചൊല്ലിയുണ്ടായ തർക്കങ്ങൾ ക്രമസമാധാന പ്രശ്നമായി വളർന്നതോടെയാണ് 9 ജനറൽ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് രാത്രി റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം നിർത്തിവെച്ചത്. തുടർന്നാണ് KSU ഹൈക്കോടതിയെ സമീപിച്ചത്. നിർത്തിവെക്കപ്പെട്ട തിരഞ്ഞെടുപ്പ് നടപടികൾ നിയമാനുസൃതം തുടരണമെന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം. അധിക ഫെയർ വാല്യൂ നിശ്ചയിച്ച് വിവാദമായ പാതാക്കര മലയിൽ വീണ്ടും സ്ഥലമെടുക്കാൻ നഗരസഭാ തീരുമാനം. ഇതിനെതിരെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി CPM കൗൺസിലർമാർ. മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇല്ലാത്തതിനാൽ ഹരിത ട്രിബ്യൂണലിൽ നിന്ന് നടപടി നേരിട്ടാൽ വിയോജനക്കുറിപ്പ് എഴുതിയവർ ഉത്തരവാദികളാകുമെന്ന ചെയർമാന്റെ പ്രസ്താവനയ്ക്ക് ഭീഷണി വേണ്ടെന്ന് ഇടത് കൗൺസിലർമാർ മറുപടി നൽകി. അജൈവ മാലിന്യ കേന്ദ്രം, പാർപ്പിട സമുച്ചയം, ABC പ്രോഗ്രാം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി നഗരസഭ കണ്ടെത്തിയ പാതാക്കര മലയിലെ സ്ഥലം വാങ്ങാൻ നേരത്തെ കൗൺസിൽ യോഗം തീരുമാനിച്ചിരുന്നു. ഇതിനെതിരെ ഇടത് കൗൺസിലർമാരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും രംഗത്ത് വന്നു. ഇതിനിടെ ഈ സ്ഥലത്തിന്റെ ഫെയർ വാല്യൂ നിർണയത്തിൽ ക്രമക്കേട് ആരോപിച്ച് റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ അബ്ദുറഹ്മാൻ നൽകിയ പരാതിയിൽ വസ്തുതയുണ്ടെന്ന് കണ്ടെത്തി ജില്ലാ കളക്ടർ ഫെയർ വാല്യൂ റദ്ദാക്കി. വീണ്ടും വില നിശ്ചയിച്ചു നൽകിയ സാഹചര്യത്തിലാണ് ഈ സ്ഥലം വാങ്ങാൻ വീണ്ടും കൗൺസിൽ യോഗം തീരുമാനിച്ചത്. ചെങ്കുത്തായ മലയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റോ പാർപ്പിട സമുച്ചയമോ പ്രായോഗികമല്ലെന്ന് ഇടത് കൗൺസിലർമാർ ആരോപിച്ചു. പദ്ധതി നടപ്പാക്കാൻ അനുയോജ്യമല്ലാത്ത സ്ഥലം വാങ്ങാൻ തീരുമാനിക്കുന്നത് വൻ സാമ്പത്തിക അഴിമതി ലക്ഷ്യം വെച്ചാണെന്ന് CPM പാർലമെന്ററി പാർട്ടി നേതാവ് TR സെബാസ്റ്റ്യൻ ആരോപിച്ചു. ഇതിന് കൂട്ടുനിൽക്കാൻ CPM കൗൺസിലർമാർ തയ്യാറല്ലെന്നും തങ്ങൾ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുകയാണെന്നും സെബാസ്റ്റ്യൻ പറഞ്ഞു. പിൻവാതിലൂടെ ഈ സ്ഥലം വാങ്ങിയേ തീരൂ എന്ന ചില ആളുകളുടെ താല്പര്യത്തിന് വേണ്ടി സ്ഥലം വാങ്ങാനുള്ള തീരുമാനമെടുക്കാനുള്ള ഗൂഢശ്രമമാണ് വീണ്ടും നടത്തിയത്. ഇവിടെ ABC കേന്ദ്രത്തിന് തച്ചമ്പാറയിൽ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിവിധ പദ്ധതികൾക്ക് ലൈഫിന് ഉപയോഗയോഗ്യമല്ല എന്ന് വില്ലേജ് അധികൃതർ ആദ്യത്തെ സർട്ടിഫിക്കറ്റിൽ തന്നെ
രേഖപ്പെടുത്തിയിട്ടുള്ള സാഹചര്യത്തിൽ വീണ്ടും അതേ സാധനം തന്നെ വേറെ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി കൊണ്ടുവരുന്ന രൂപത്തിലുള്ള ഒരു അവതരണമാണ് ഇന്ന് ചെയർമാൻ നടത്തിയത്. ഇതിൻ്റെ പിന്നിലുള്ളത് വ്യക്തമായ സാമ്പത്തിക ലക്ഷ്യം വെച്ചുള്ള ഒരു കറക്ക് കമ്പനിയുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊടുക്കുക എന്നതാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മണ്ണാർക്കാട്ടെ ജനങ്ങൾക്ക് ഉപകാരമുണ്ടാകുന്ന ഒരു പദ്ധതിയെക്കുറിച്ചും പറയാതെ മണ്ണാർക്കാട്ടെ പാവപ്പെട്ട ആളുകൾക്ക് വീട് നിർമ്മാണം പോലുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നതിന് പകരം ഇത്തരത്തിലുള്ള സ്ഥലമെടുക്കുക എന്ന രൂപത്തിൽ, കെട്ടിടം നിർമ്മിക്കുക എന്ന രൂപത്തിൽ ഇത്തരം തെറ്റായ തീരുമാനങ്ങൾ എടുത്തു പോകുന്ന നഗരസഭ മണ്ണാർക്കാട്ടെ ജനങ്ങളുടെ നികുതി പണവും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ സാമ്പത്തിക സഹായവും ദുരുപയോഗപ്പെടുത്തുന്നതിന് ഉത്തമ ഉദാഹരണമായി ഈ 4 വർഷക്കാലം പ്രവർത്തിച്ചുവെന്ന് ഖേദപൂർവ്വം അറിയിക്കേണ്ടതുണ്ട്. സാധാരണക്കാരുടെ ജീവിതത്തെ സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാടുമില്ല എന്നത് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന സമീപനമാണ്. ഇടതുപക്ഷ കൗൺസിലർമാരെ ഭീഷണിപ്പെടുത്തുന്ന സമീപനമാണ് സ്വീകരിച്ചതെന്നും കൂടി അറിയിക്കുമ്പോൾ മണ്ണാർക്കാട്ടെ ജനങ്ങൾ എവിടെയാണ് നിൽക്കേണ്ടതെന്ന സന്ദേശം കൂടി ഇപ്പം നമുക്ക് ബോധ്യപ്പെടുകയാണ്. മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇല്ലാത്തതിന്റെ പേരിൽ ഹരിത ട്രൈബ്യൂണൽ നടപടിയെടുത്താൽ ഇപ്പോൾ വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന കൗൺസിലർമാരായിരിക്കും അതിന് ഉത്തരവാദികളെന്ന് ചെയർമാൻ സി മുഹമ്മദ് ബഷീർ പറഞ്ഞു. മാലിന്യ പ്ലാന്റ് ജനവാസം ഇല്ലാത്ത സ്ഥലത്താണ് സ്ഥാപിക്കാറുള്ളത്. പെരിന്തൽമണ്ണ നഗരസഭയുടെ പ്ലാന്റ് ഇതിനേക്കാൾ വലിയ മലയിലാണെന്നും ചെയർമാൻ പറഞ്ഞു. ഇത് ടൗണിൽ നടത്താൻ പറ്റിയ പ്രക്രിയയല്ല. അപ്പൊ അതിന് ഒഴിഞ്ഞ സ്ഥലമാണ് ആവശ്യം. പിന്നെ മലയുടെ മേലൊക്കെ വണ്ടി പോലറല്, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ 2 ഇരട്ടി ഉയർന്ന മലയിലാണ് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി കാര്യങ്ങൾ ചെയ്യുന്നത്. റോഡ് ഉണ്ടാക്കേണ്ടി വരും. KSWFയുടെ ഫണ്ട് മതി. നമ്മുടെ നഗരസഭയുടെ തനത് ഫണ്ട് തരുവേണ്ട. സർക്കാരിന്റെ ഉത്തരവുണ്ട് KSWFയുടെ ഫണ്ട് ഉപയോഗിച്ച് സ്ഥലം വാങ്ങാന്ന്. ഒരു നിലക്കും നഗരസഭയുടെ ഒരു ചില്ലിക്കാശ് പോലും ഇതിന് ചെലവഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സെബാസ്റ്റ്യൻ കൗൺസിൽ പറഞ്ഞ പോലെ വിയോജനക്കുറിപ്പ് എഴുതുകയാണെങ്കിൽ നാളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സാമ്പത്തിക ബാധ്യത വരികയാണെങ്കിൽ അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം വിയോജനക്കുറിപ്പ് എഴുതുന്ന കൗൺസിലർമാർക്കായിരിക്കും എന്ന് ഈ കൗൺസിൽ തീരുമാനിക്കണം. ഹരിത ട്രൈബ്യൂണൽ കാണിച്ച് തങ്ങളെ ഭീഷണിപ്പെടുത്തേണ്ടെന്ന് CPM കൗൺസിലർ കെ മൻസൂർ പറഞ്ഞു. ഭൂമി വാങ്ങുന്നതിന്റെ മറവിൽ അഴിമതി നടത്താൻ CPM കൂട്ടുനിൽക്കില്ലെന്നും അതിന്റെ പേരിൽ എന്ത് നടപടി വന്നാലും നേരിടുമെന്നും മൻസൂർ പറഞ്ഞു. അപ്പൊ നമ്മൾ ആ ഭൂമി തർക്കത്തിലേക്ക് ചില ആളുകളുടെ സാമ്പത്തികം അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് ഒന്നും നമ്മൾ പറയേണ്ടതില്ല. നമ്മൾ പൊതുവായിട്ടൊരു അഭിപ്രായമുണ്ട്. മൊത്തത്തിൽ ആളുകൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ പോയി അവിടെ സമരം നടത്തി അവിടെ സ്ഥല സന്ദർശനമൊക്കെ നടത്തിയതാണ്. അതുകൊണ്ട് നമ്മൾ ആ സ്ഥലം എന്നുള്ള നിലയ്ക്ക് ഒഴിവാക്കുന്നു. 4.5 ഏക്കർ വാങ്ങാൻ നഗരസഭയും ചെയർമാനും കാണിക്കുന്ന ഉത്സാഹത്തിന്റെ പകുതി ഉത്സാഹം സ്വന്തം മുന്നണിയിലെ അരുൺകുമാറിന്റെ വാർഡിൽ അങ്കണവാടിക്ക് 1.5 സെന്റ് സ്ഥലം വാങ്ങിക്കാൻ കാണിക്കണമെന്ന് CPM കൗൺസിലർ മുഹമ്മദ് ഇബ്രാഹിം പറഞ്ഞു. രാഷ്ട്രീയ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വാർഡ് വിഭജനമാണ് നടന്നിരിക്കുന്നതെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. അശാസ്ത്രീയമായ വാർഡ് വിഭജനം അധികാര വികേന്ദ്രീകരണത്തെ അട്ടിമറിക്കുന്നതാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പട്ടാമ്പി നഗരസഭയിലേക്ക് UDF നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VT ബൽറാം. ഗുണകരമാകുന്ന രീതിയിൽ വാർഡ് വിഭജനത്തെ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുനിസിപ്പൽ UDF കമ്മിറ്റി ആഹ്വാനം ചെയ്ത മുനിസിപ്പൽ ഓഫീസ് മാർച്ചാണ്. പട്ടാമ്പി നഗരസഭയിലെ വാർഡ് വിഭജനം അശാസ്ത്രീയമാണെന്ന് ആരോപിച്ചാണ് UDF നഗരസഭ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മേലെ പട്ടാമ്പിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരസഭ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. ഗ്രാമസഭ വിളിച്ചാൽ 5 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ആളുകൾ ആ ഗ്രാമസഭയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം വരുമോ? അപ്പൊ ഈ അശാസ്ത്രീയത എന്ന് പറയുന്നത് അത് നമ്മുടെ ജനാധിപത്യത്തെ തന്നെ, അധികാര വികേന്ദ്രീകരണത്തെ തന്നെ അട്ടിമറിക്കുന്ന ഒരു കാര്യമായി മാറുകയാണ്. എത്ര വലിയൊരു ചതിയാണ് അവർ ചെയ്യുന്നത്. ഇത് പട്ടാമ്പി നഗരസഭയുടെ കാര്യത്തിൽ മാത്രമല്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇതുപോലുള്ള സമരങ്ങൾ ഈ കേരളത്തിലെ ഒട്ടുമുക്കാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും അടക്കം നടത്തേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്കാണ്, ഒരു അവസ്ഥാ വിശേഷത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അത്രത്തോളം അശാസ്ത്രീയമായും അത്രത്തോളം
കേവലമായ CPM-ന്റെയും ഭരണക്കാരുടെയും രാഷ്ട്രീയ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടും മാത്രമാണ് ഈ വാർഡ് വിഭജനങ്ങൾ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. തുടർന്ന് നടന്ന ധർണയിൽ നാസർ അധ്യക്ഷനായി. നേതാക്കളായ KR നാരായണസ്വാമി, CS സാജിദ്, CA റാസി, C സംഗീത, ET ഉമ്മർ, K ബഷീർ, രാമദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഷൊർണൂർ വാടനാംകുറിശ്ശിയിൽ വീടുകളിൽ മോഷണ ശ്രമം. കഴിഞ്ഞ ദിവസം 10ാം വാർഡ് മെമ്പർ പ്രിയ പ്രശാന്തിന്റെ വീട്ടിലും മോഷണ ശ്രമമുണ്ടായി. വീട്ടുകാർ ഉണർന്നതിനെ തുടർന്ന് മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. മോഷ്ടാക്കളുടെ ഭീതിയിലാണ് ഇപ്പോൾ വാടാനാംകുറിശ്ശിക്കാർ. കഴിഞ്ഞ ദിവസം 10ാം വാർഡ് മെമ്പർ പ്രിയ പ്രശാന്തിന്റെ വീട്ടിൽ മോഷണ ശ്രമമുണ്ടായി. രാത്രി 12 മണിയോടെ വീട്ടിലെ വളർത്തുനായ നിർത്താതെ കുരയ്ക്കുന്നത് കേട്ടാണ് ഇവർ ഉണർന്നത്. തുടർന്ന് ലൈറ്റിട്ട് നോക്കിയപ്പോഴേക്കും മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. സമീപത്തെ മറ്റു ചില വീടുകളിലും കടയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ മോഷണ ശ്രമം നടന്നിരുന്നു. വീടിന്റെ വാതിലിൽ മുട്ടുകയും നിർത്താതെ കോളിംഗ് ബെൽ അടിക്കുകയും ചെയ്തതായും പറയുന്നു. കറുത്ത നിറത്തിൽ അല്പവസ്ത്രധാരിയായ ഒരാളെയാണ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ താനും മകനും കണ്ടതെന്ന് മെമ്പർ പ്രിയ പ്രശാന്ത് പറഞ്ഞു. ഗേറ്റ് ചാടി ഇയാൾ ഓടിപ്പോവുകയായിരുന്നെന്നും തുടർന്ന് അപ്പോൾ തന്നെ പോലീസിൽ വിവരം അറിയിച്ചതായും രാത്രി തന്നെ പോലീസ് വീട്ടിലെത്തി പരിശോധിച്ചതായും പ്രിയ പ്രശാന്ത് പറഞ്ഞു. ഇന്നലെ ഏകദേശം ഒരു 12 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ കിടക്കാൻ പോയ സമയത്ത് നായ്ക്കുട്ടി പതിവില്ലാതെ കുരയ്ക്കുന്നത് കണ്ടിട്ടാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ പുറത്തേക്കുള്ള ലൈറ്റുകളൊക്കെ ഇട്ടു. തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. ജനലിൽ കൂടെ നോക്കിയപ്പോൾ ഒരാൾ മുറ്റത്ത് കൂടെ അങ്ങോട്ട് മതിലിൽ ചാടി പോകുന്നതാണ് കണ്ടത്. സമീപ പ്രദേശങ്ങളിൽ 2-3 ദിവസങ്ങളിലായിട്ട് മോഷ്ടാക്കളുടെ മോഷണശ്രമം നടന്നതായിട്ട് അറിവുണ്ട്. അപ്പോൾ അത് കാരണം എല്ലാവരും ഒന്ന് ശ്രദ്ധയിലായിരുന്നു. സമീപത്തുള്ള വീടുകളിലൊക്കെ വിളിച്ച് ഒന്ന് അലർട്ടായിരിക്കാൻ വേണ്ടി പറയുകയും ചെയ്തു. അപ്പോൾ തന്നെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർ വന്ന് സ്ഥലം പരിശോധന നടത്തിയ പക്ഷെ ഒന്നും കണ്ടെത്താനൊന്നും സാധിച്ചില്ല. അവർ അല്പവസ്ത്രധാരികളായിരുന്നു. പിന്നെ ഇരുനിറത്തിലാണ്. അത് എന്തെങ്കിലും ഇനി ദേഹത്ത് പൂശിയിട്ടുള്ളതാണോ അതോ അവരുടെ സ്വതസിദ്ധമായിട്ടുള്ള നിറാണോ എന്നൊന്നും അറിയില്ല. അങ്ങനെ ഒരു ഇരുണ്ട രൂപമാണ് കണ്ടത്. ഒരാളെ തന്നെയാണ് കാണാൻ സാധിച്ചത്. കണ്ട സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല, അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റി. തിരിഞ്ഞു പോകുന്നതാണ് കണ്ടത്. നായ സാധാരണ പൂച്ചയൊക്കെ പോകുമ്പോഴാണ് കുരയ്ക്കാറ്. പക്ഷെ ഇത് നിർത്താതെ അങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത്. എന്ത് ചെയ്തിട്ടും ഈ മെയിൻ വാതിലിൻ്റെ അവിടെ വന്നിട്ട് കുരയ്ക്കായിരുന്നു. ആദ്യം തൊട്ടടുത്തേക്ക് വിളിച്ചു, അമ്മേനെയൊക്കെ വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവർ ലൊക്കേഷനൊക്കെ ചോദിച്ചു, സ്റ്റേഷൻ പരിധി ചോദിച്ചു. അപ്പോൾ അങ്ങനെ വിവരം കൊടുത്തു. ഈ പരിസരത്ത് ഈയിടെയായിട്ട് ഇങ്ങനെ റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. ഇങ്ങനെ തൊട്ടടുത്ത കടകളിലായാലും വീടുകളിലായിട്ടും വീട് കുത്തി തുറന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ അറിയുന്നുണ്ട്. അപ്പോൾ ഈ പ്രദേശം എന്താ വെച്ചാൽ ഒരു ഒഴിഞ്ഞ പ്രദേശം ആയതുകൊണ്ട് അങ്ങനെ അധികം ആളുകളൊന്നുമില്ല. അപ്പോൾ ഈ ഭാഗത്ത് അവർക്ക് ഓടി രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉള്ളതാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. തുടർച്ചയായ ദിവസങ്ങളിൽ പ്രദേശത്ത് മോഷണ ശ്രമം ഉണ്ടായതോടെ ആളുകൾ ഭീതിയിലാണ്. പോലീസ് രാത്രികാല പരിശോധന ശക്തമാക്കണമെന്ന് മുൻ മെമ്പർ ഉദയമോഹനൻ ആവശ്യപ്പെട്ടു. ബാധിക്കുന്നതല്ലാതെ മാത്രമല്ല, പോലീസ് രാത്രി 2-3 പ്രാവശ്യം വാരണാസിയിൽ പൊതുവിലും ഈ 7ാം വാർഡിൻ്റെ കിഴക്കേ ഭാഗത്ത് പ്രത്യേകിച്ചും ഒഴിഞ്ഞ പാടാണ്. ആ ഭാഗത്ത് കൂടെ വരാനല്ല. പിന്നെ അങ്ങാടിക്കുളത്തിൻ്റെ ആ ഭാഗം മോശമായിട്ടുള്ള ഭാഗം തന്നെയാണ്. പാടുള്ള ഭാഗങ്ങളാണ്. ഓടാൻ സൗകര്യമാണ് ഇവർക്ക്. ജാഗ്രത പാലിച്ചാൽ വളരെ ഉപകാരമായിരുന്നു. അതേസമയം മോഷണ ശ്രമങ്ങൾക്ക് പിന്നിൽ കുർവാ സംഘമാണെന്ന തരത്തിൽ നടക്കുന്ന പ്രചരണം പോലീസ് തള്ളി. ഇത് ശരിയല്ലെന്ന് പോലീസ് പറഞ്ഞു. പെരിന്തൽമണ്ണ കൊളത്തൂരിൽ ഓട്ടോറിക്ഷയിൽ വിൽപ്പനയ്ക്കെത്തിച്ച കഞ്ചാവുമായി 2 പേർ കൊളത്തൂർ പോലീസിന്റെ പിടിയിൽ. കോഴിക്കോട് മാങ്കാവ് സ്വദേശി മുഹമ്മദ് റംസാൻ, കണ്ണൂർ ഉളിയിൽ സ്വദേശി മുഹമ്മദ് റയീസ് എന്നിവരെ മലപ്പുറം ജില്ലാ ആന്റി നർക്കോട്ടിക് സ്ക്വാഡും SI N റിഷാദ് അലിയും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തു. കൊളത്തൂർ പടപ്പറമ്പ് ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പനയും ഉപയോഗവും നടത്തുന്ന സംഘത്തെക്കുറിച്ച് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന ശക്തമാക്കിയിരുന്നു. പെരിന്തൽമണ്ണ DYSP TK ഷൈജു, കൊളത്തൂർ CI സംഗീത് പുനത്തിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് SI N റിഷാദ് അലിയും സംഘവുമാണ് രാത്രികാല പട്രോളിംഗും നിരീക്ഷണവും ശക്തമാക്കിയത്. രാത്രിയിൽ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലേക്ക് ആവശ്യക്കാരെ വിളിച്ചു വരുത്തി വില പറഞ്ഞുറപ്പിച്ച ശേഷം അവിടേക്ക് ഓട്ടോറിക്ഷയിൽ ഒളിപ്പിച്ച് കഞ്ചാവ് എത്തിച്ചു കൊടുത്താണ് പ്രതികൾ കച്ചവടം നടത്തിയിരുന്നത്. 2 കിലോഗ്രാമിന് 35,000 രൂപയ്ക്ക് മുകളിൽ വിലയ്ക്കാണ് വിൽപ്പന നടത്തുന്നതെന്നും സംഘത്തിലെ മറ്റുള്ളവരുടെ വിവരങ്ങൾ ലഭിച്ചതായും DYSP TK ഷൈജു, കൊളത്തൂർ CI സംഗീത് പുനത്തിൽ എന്നിവർ അറിയിച്ചു. പ്രതികളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി.
പെരിന്തൽമണ്ണ, നിലമ്പൂർ ഡാൻസ് ഓഫ് സ്ക്വാഡുകളും പരിശോധന സംഘത്തിലുണ്ടായിരുന്നു. കെ നന്ദകുമാർ വീണ്ടും CPM ചെർപ്പളശ്ശേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 21-അംഗ ഏരിയ കമ്മിറ്റിയെയും 25-അംഗ ജില്ലാ സമ്മേളന പ്രതിനിധികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു. ചെർപ്പളശ്ശേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനെ താലൂക്ക് ആശുപത്രിയായി ഉയർത്തണമെന്ന് സമ്മേളനം. കെ നന്ദകുമാർ സെക്രട്ടറിയായ 21-അംഗ ഏരിയ കമ്മിറ്റിയാണ് സമ്മേളനം തിരഞ്ഞെടുത്തത്. 2ാം തവണയാണ് കെ നന്ദകുമാർ ഏരിയ സെക്രട്ടറിയാവുന്നത്. 21-അംഗ ഏരിയ കമ്മിറ്റിയിൽ നിന്നും ചളവറയിൽ നിന്നുള്ള PK ജയപ്രകാശ്, MP ബാലൻ എന്നിവരെ ഒഴിവാക്കി നേരത്തെ വല്ലപ്പുഴയിൽ നിന്നും ഒഴിവാക്കിയ കെ അബ്ദുൽ നാസറിന്റെ ഒഴിവിലേക്കും ഉൾപ്പെടെ 3 പേരെ ഇവർക്ക് പകരമായി ഉൾപ്പെടുത്തി. NK രാജൻ, T രാമകൃഷ്ണൻ, TK ഇസ്ഹാഖ് എന്നിവരാണ് പുതുതായി ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടത്. E ചന്ദ്രബാബു, KB സുഭാഷ്, T ഉണ്ണികൃഷ്ണൻ, MM വിനോദ് കുമാർ, I ഷാജു, P രാമചന്ദ്രൻ, C ജയകൃഷ്ണൻ, O സുലേഖ, M സിജു, E വിനോദ് കുമാർ, AK ദേവദാസ്, PK മുഹമ്മദ് ഷാഫി, K കൃഷ്ണൻകുട്ടി, KK നാരായണൻകുട്ടി, PK സുജിത്ത്, KP വസന്ത, P രജനി, T രാമകൃഷ്ണൻ, NK രാജൻ, TK ഇസ്ഹാഖ് എന്നിവരുൾപ്പെടുന്നതാണ് പുതിയ ഏരിയ കമ്മിറ്റി. പ്രതിനിധി സമ്മേളനത്തിലെ ചർച്ചകൾക്ക് ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ മറുപടി പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ സംസാരിച്ചു. KK നാരായണൻകുട്ടി ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തിരക്ക് വർദ്ധിച്ചുവരുന്ന നഗരസഭയിലെയും സമീപ പഞ്ചായത്തുകളിലെയും പൊതുജനങ്ങൾ ആശ്രയിക്കുന്ന ചെർപ്പളശ്ശേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച് താലൂക്ക് ആശുപത്രിയായി ഉയർത്തണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. വൈകിട്ട് വളണ്ടിയർ മാർച്ചും പ്രകടനവും പൊതുസമ്മേളനവും നടന്നു. CPM മണ്ണാർക്കാട് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കൊടിമര പതാക ജാഥകൾ സമ്മേളന നഗരിയിലെത്തി. മണ്ണാർക്കാട് കരിമ്പ സെലിബ്രേഷൻ ഹാളിൽ ഒരുക്കിയ കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് ഇത്തവണ ഏരിയ സമ്മേളനം. രക്തസാക്ഷി അരിയൂരിലെ അബ്ദുൽ ഗഫൂറിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച കൊടിമര ജാഥ UT രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ PM ആർഷോ, ജാഥ മാനേജർ N മണികണ്ഠൻ, P അലവി, അജീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. കാഞ്ഞിരപ്പുഴ പൊറ്റശ്ശേരിയിലെ രക്തസാക്ഷി ഹരിദാസന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നാണ് പതാക ജാഥ ആരംഭിച്ചത്. ജില്ലാ കമ്മിറ്റി അംഗം TM ശശി ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ KC റിയാസുദ്ദീൻ, ജാഥ മാനേജർ TR സെബാസ്റ്റ്യൻ, ജാഥ അംഗങ്ങളായ ഐലക്കര മുഹമ്മദ് അലി, T ഷാജുമോഹൻ, നിസാർ മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. കലോത്സവ വാർത്തകൾ. മുപ്പത്തിയഞ്ചാമത് മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കോട്ടക്കലിൽ തുടക്കമായി. ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന വേദിയായ രാജാങ്കണത്തിൽ ആബിദ് ഹുസൈൻ തങ്ങൾ MLA കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 5 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ 10,000-ലേറെ വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലാ സ്കൂൾ കലാമേളയ്ക്ക് കോട്ടക്കൽ രാജാങ്കണത്തിൽ തിരിതെളിഞ്ഞു. 5 ദിവസങ്ങളായി നടക്കുന്ന കലോത്സവം KK ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഉദ്ഘാടനം ചെയ്തു. ഈ ഭരണഘടന ഒരു രാജ്യത്തിനുണ്ടാക്കിയ ചട്ടക്കൂട് എന്നതിനപ്പുറത്ത് ഈ രാജ്യത്തെ മനുഷ്യ സമൂഹത്തിൻ്റെ മുഴുവൻ ജീവിതത്തിനുണ്ടാക്കിയ ഒരു ചട്ടക്കൂട് എന്നാണ് അവർ പറഞ്ഞു വെച്ചത്. ഉൾക്കൊള്ളലിൻ്റെയും കൂട്ടിച്ചേർക്കലുകളുടെയും കൂട്ടായ്മയുടെയും സാമൂഹിക നീതിയുടെയും തുല്യതയുടെയും ഒരുമയുടെയും പ്രതീകമായ ഇന്ത്യയുടെ ഭരണഘടന സഹവർത്തിത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും പ്രതീകമായ ഇന്ത്യയുടെ ഭരണഘടന, ആ ഭരണഘടന അനിവാര്യമായും ഈ രാജ്യത്ത് നിലനിൽക്കേണ്ടതാണ് എന്ന ബോധം ഉൾക്കൊള്ളേണ്ടുന്ന ഒരു തലമുറയാണ് 30-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഇവിടെ നമ്മുടെ മുമ്പാകെ സർഗാത്മക മത്സരങ്ങളിലൂടെയാണെങ്കിലും അവരുടെ വൈഭവങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. കോട്ടക്കൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ K ഹനീഷ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.
ജില്ലാ കളക്ടർ VR വിനോദ് വിശിഷ്ടാതിഥിയായിരുന്നു. നസീബ ആസിസ് മയ്യേരി, സി മുഹമ്മദ് അലി, ബഷീർ രണ്ടത്താണി, TPM ബഷീർ, VKM ഷാഫി, KT അഷ്റഫ്, മറിയാമു പുതുകുടി, PT അബ്ദുൽ നാസർ, T കബീർ, സനില പ്രവീൺ, ഗോപിനാഥൻ കോട്ടുവരമ്പിൽ, KP അബ്ദുൾ റാഷിദ്, M ഹനീഫ, K ദിനേശ്, U രാഗിണി തുടങ്ങിയ ജനപ്രതിനിധികൾ, കലാ സാംസ്കാരിക പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ സംസാരിച്ചു. മലപ്പുറം RDD ഡോക്ടർ PM അനിൽ കലോത്സവ സന്ദേശം നൽകി. കലോത്സവ ലോഗോ രൂപകൽപ്പന ചെയ്ത K സുനിൽകുമാർ, റോളിംഗ് ട്രോഫി രൂപകൽപ്പന ചെയ്ത ഷിബു സിഗ്നേച്ചർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ KP രമേശ് കുമാർ, സ്വീകരണ കമ്മിറ്റി കൺവീനർ VK അബ്ദുൽ നാസർ എന്നിവരും പങ്കെടുത്തു. ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച് SSKയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ സ്വാഗത നൃത്തവും ആതിഥേയരുടെ മരവും കുട്ടിയും സംഗീതശില്പവും അരങ്ങേറി. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ സ്കൂളിലെ അധ്യാപകർ സ്വാഗതഗാനം ആലപിച്ചു. ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലും കോട്ടൂർ AKM ഹയർ സെക്കൻഡറി സ്കൂളിലുമായി നവംബർ 30 വരെയാണ് ജില്ലാ കലാമേള നടക്കുന്നത്. 315 ഇനങ്ങളിലായി 10,000-ലധികം വിദ്യാർത്ഥികൾ ഇത്തവണ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. 3 ഹാളുകൾ ഉൾപ്പെടെ 16 വേദികളാണ് മത്സരത്തിനായി ഒരുക്കിയിട്ടുള്ളത്. 5 ഇനങ്ങൾ ഇത്തവണ കലോത്സവത്തിൽ അധികമായി ചേർത്തിട്ടുണ്ട്. ജില്ലാ കലോത്സവത്തിലെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടുന്ന സബ് ജില്ലയ്ക്കായി സംസ്ഥാനത്ത് ആദ്യമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ റോളിംഗ് ട്രോഫി ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1200ഓളം വ്യക്തിഗത ട്രോഫികളും 27 റോളിംഗ് ട്രോഫികളും തയ്യാറായി. 30-ന് വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ശ്രീകൃഷ്ണപുരത്ത് തുടരുന്നു. കലോത്സവത്തിന്റെ 3-ാം ദിനത്തിൽ നൃത്ത ഇനങ്ങൾ തന്നെയായിരുന്നു കാണികൾക്ക് വിരുന്നായത്. 17 വേദികളിലായാണ് ബുധനാഴ്ച മത്സരങ്ങൾ നടന്നത്. സ്കൂളുകളിൽ ആലത്തൂർ BSS ഗുരുകുലമാണ് മുന്നിൽ. ശ്രീകൃഷ്ണപുരത്ത് കലയുടെ ഓളങ്ങൾ സമ്മാനിച്ച് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം 3 നാൾ പിന്നിടുന്നു. കൗമാരം നിറഞ്ഞാടുന്ന ദിനരാത്രങ്ങൾ ശ്രീകൃഷ്ണപുരത്ത് പുത്തൻ നക്ഷത്രത്തിളക്കം തീർക്കുകയാണ്. 3-ാം ദിനമായ ബുധനാഴ്ച 17 വേദികളിലായാണ് മത്സരങ്ങൾ നടന്നത്. വേദി 1-ൽ നടന്ന സംഘനൃത്തം കാണികൾക്ക് കാഴ്ചവിരുന്നായി. ഭരതനാട്യം, പൂരക്കളി, പരിചമുട്ടുകളി, പണിനൃത്തം, മലപുലയാട്ടം, മോണാക്ട്, തമിഴ് കലോത്സവം തുടങ്ങിയ മത്സരങ്ങളും ബുധനാഴ്ച വിവിധ വേദികളിലായി നടന്നു.
രാത്രി മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ സബ് ജില്ലകളിൽ ഒറ്റപ്പാലം, ആലത്തൂർ, പാലക്കാട് സബ് ജില്ലകൾ മുന്നേറുകയാണ്. സ്കൂളുകളിൽ ആലത്തൂർ BSS ഗുരുകുലം സ്കൂളാണ് മുന്നിൽ. GVHSS ചിറ്റൂർ, HSS ശ്രീകൃഷ്ണപുരം സ്കൂളുകൾ തൊട്ടു പിന്നിലുണ്ട്. വ്യാഴാഴ്ചയും കളർഫുൾ ഇനങ്ങളാണ് കലോത്സവത്തിൽ. പ്രധാന വേദിയിൽ ഒപ്പനയും നാടൻപാട്ട്, കുച്ചിപ്പുടി, കോൽക്കളി, വട്ടപ്പാട്ട്, പഞ്ചവാദ്യം, ചെണ്ട, തായമ്പക, ഇരുളനൃത്തം, ഓട്ടംതുള്ളൽ തുടങ്ങിയ മത്സരങ്ങളും വ്യാഴാഴ്ച നടക്കും. കലോത്സവ വേദിയിൽ കണ്ടുമുട്ടി മോണോ ആക്ടിൽ പഴയകാലത്തെ പുലികളായ നടി ബീന ആർ ചന്ദ്രനും കലാഭവൻ നൌഷാദും. തന്റെ ശിഷ്യരുടെ മത്സരം കാണാനാണ് കലാഭവൻ നൌഷാദ് എത്തിയതെങ്കിൽ അനിയത്തിയുടെ മകളുടെ മത്സരം കാണാനാണ് ബീന ആർ ചന്ദ്രൻ എത്തിയത്. പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവത്തിലെ മോണാക്ട് വേദി ബുധനാഴ്ച സാക്ഷിയായത് പഴയകാല പുലികളുടെ സംഗമത്തിന്. മോണാക്ടിൽ നിരവധി സംസ്ഥാന ജില്ലാ വിജയികളെ സമ്മാനിച്ച കലാഭവൻ നൌഷാദും മികച്ച ചലച്ചിത്ര നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ബീന ആർ ചന്ദ്രനുമാണ് വേദിയിൽ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയത്. തന്റെ ശിഷ്യരുടെ പ്രകടനം കാണാനാണ് കലാഭവൻ നൌഷാദ് എത്തിയതെങ്കിൽ അനിയത്തിയുടെ മകളുടെ മത്സരം കാണാനാണ് ബീന ചന്ദ്രൻ വന്നത്. ഇരുവരും മുമ്പ് കലോത്സവ വേദികളിൽ നിറഞ്ഞാടിയ പ്രതിഭകൾ. തന്റെ ജൂനിയറായിരുന്നു ബീന ചന്ദ്രൻ എന്ന് കലാഭവൻ നൌഷാദ്. ഏറെക്കാലത്തിന് ശേഷം കണ്ടുമുട്ടിയ ഇരുവർക്കും സൗഹൃദം പുതുക്കാനുള്ള അവസരം കൂടിയായി മോണാക്ട് വേദി. കലോത്സവം എന്നും ഹരമാണെന്നായിരുന്നു ബീന ചന്ദ്രന്റെ പ്രതികരണം. കലോത്സവം എന്നും എനിക്ക് ഒരു ഹരമാണ്. നമ്മളെ കുട്ടികളെയൊക്കെ എല്ലാ മേഖലയിലും പരിശീലിപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട്. അത് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം വലുതാണ്. സമ്മാനമൊന്നും കിട്ടിയില്ലെങ്കിലും കുട്ടികൾ പെർഫോം ചെയ്യണ കാണാൻ ഭയങ്കര സന്തോഷം. എന്റെ അടുത്ത സുഹൃത്താണ് നൌഷാദ്. നൌഷാദിന്റെ കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്ത് സമ്മാനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. സന്തോഷമുണ്ട്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ചിട്ടപ്പെടുത്തിയ മോണാക്ട് തമ്മിൽ ഞാനങ്ങനെ ആരുമായിട്ടും ഞാൻ കലയിൽ മത്സരിക്കില്ല. നല്ല എന്താ പറയാ, അർഹതയുള്ള കുട്ടികൾക്ക് കിട്ടണം. അർഹതയുള്ളവർക്ക് നീതി കിട്ടണം. അത് ഞാൻ എപ്പോഴും പറയണത്. ടീച്ചറായിട്ട് ചോദിച്ചാൽ ഞാൻ പറയല്ലേ, ഞാൻ യൂണിവേഴ്സിറ്റി മത്സരങ്ങൾ കഴിഞ്ഞ് അടുത്ത കലോത്സവങ്ങൾ കാണാൻ പോകുമ്പോൾ ഇപ്പോഴാണ് ടീച്ചർ, അന്ന് ബീന ആർ ചന്ദ്രൻ എൻ്റെ അടുത്ത് ചെവിയിൽ വന്ന് ഇതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കറക്റ്റ് ആണോ എന്ന് നോക്കാൻ വന്നിട്ട് ഇതൊക്കെ ചെയ്ത് കറക്റ്റ് ചെയ്തു. അതിപ്പോ ഞാൻ പറഞ്ഞു കൊടുത്തു. അന്ന് എൻ്റെ സുഹൃത്തുക്കള് മത്സരിക്കുന്നുണ്ടായിരുന്നു, ഇപ്പൊ കലാഭവനിലുണ്ടായിരുന്നു. അവർക്കത് ഇഷ്ടമായില്ല. നീ ഞങ്ങളെ വിട്ടിട്ട് ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തു കറക്റ്റ്. കാരണം പ്രൈസ് കിട്ടിയത് അന്ന് ഇവർക്കായിരുന്നു, മറ്റവർക്ക് കിട്ടിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്നും ഇന്നും നന്നായിട്ട് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യും. തെറ്റുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ടീച്ചർ അനിയത്തിയുടെ മോള് എൻ്റെ അടുത്താണ് പഠിക്കാൻ വന്നിരുന്നത്. ഇപ്പൊ മത്സരിക്കുന്നത് ഒരു പ്രാവശ്യം വന്നിട്ട് ടീച്ചർ ഇപ്പോ മികച്ച അറിയാലോ. പിന്നെ ആ സന്തോഷം ഞാൻ അന്ന് ടീച്ചറുടെ അനിയത്തിയുടെ നമ്പറാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഞാൻ ആ നമ്പർ മേടിച്ച് ഷെയർ ചെയ്തു. പിന്നെ ഞങ്ങളുടെ അവിടെ ഉള്ളൊരു നാടക സമിതിക്ക് ഗസ്റ്റായിട്ട് കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ കുറേ ശ്രമിച്ചു. പക്ഷെ എന്നോട് ഞാൻ ആ സമയത്ത് ഫ്രീ അല്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞാൽ മതി, ആറങ്ങോട്ടുകാരെ നാടക സമിതി അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ശ്രമിച്ചിരുന്നു. അപ്പം അങ്ങനെ നേരിട്ട് കാണാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയിട്ട് അന്ന് ഞാൻ അതിനുശേഷം ആദ്യമായിട്ട് കാണുന്നു. അപ്പോൾ അതാണ് സന്തോഷം. കലാഭവൻ നൌഷാദിന്റെ ശിഷ്യർ ഉൾപ്പെടെ മത്സരിച്ച മോണാക്ട് മത്സരം ഏറെ നേരം ആസ്വദിച്ചാണ് ഇരുവരും മടങ്ങിയത്. കലോത്സവത്തിൽ ഏറെ മെയ്വഴക്കവും കരുത്തും വേണ്ട ഒരിനമാണ് പൂരക്കളി. കണ്ണൂർ, കാസർഗോഡ് ഭാഗങ്ങളിലെ അനുഷ്ഠാന കലാരൂപമായ പൂരക്കളിയിൽ കളരിയിലെ മെയ്പയറ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ് എല്ലാ ചുവടുകളും. ആലത്തൂർ ഗുരുകുലം HSS ആണ് പൂരക്കളിയിൽ വിജയിയായത്. കലോത്സവത്തിലെ കരുത്തന്മാരുടെ കളിയാണ് പൂരക്കളി എന്നു പറയാം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ അനുഷ്ഠാന കലാരൂപമായ പൂരക്കളിയിൽ മത്സരിക്കുക എന്നത് അത്ര എളുപ്പമല്ല. നല്ല മെയ്വഴക്കവും കരുത്തും ഉള്ളവർക്ക് മാത്രമേ പൂരക്കളിയിൽ തിളങ്ങാനാവൂ. കലോത്സവത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഇനവും ഇതുതന്നെയാണ്. 20 മിനിറ്റാണ് പൂരക്കളിയുടെ സമയം.
കളിക്കാർ തന്നെ പാടിക്കളിക്കണമെന്നതും പൂരക്കളിയുടെ പ്രത്യേകതയാണ്. കളരിയിലെ മേയ്പാറ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ് ചുവടുകൾ. ആലത്തൂർ BSS ഗുരുകുലം സ്കൂളാണ് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ പൂരക്കളിയിൽ വിജയിയായത്. സജീഷ് പയ്യന്നൂരായിരുന്നു കുട്ടികളുടെ ഗുരു. 6 മാസത്തെ പരിശീലനത്തിനൊടുവിലാണ് കുട്ടികളെ അരങ്ങിലെത്തിച്ചതെന്ന് സജീഷ് പറഞ്ഞു. ജൂണിൽ തുടങ്ങിയ കഠിന പ്രയത്നമാണ്. കാരണം നമ്മൾ വെറുതെ ഒരു A ഗ്രേഡ് വാങ്ങുന്നതിനപ്പുറം സംസ്ഥാനത്ത് മികച്ച ടീമാവുക എന്നുള്ളത് നമ്മൾ ഈ പൂരക്കളി ഗുരുകുലത്തിൽ തുടങ്ങിയ വർഷം തൊട്ടുള്ള ഒരു ലക്ഷ്യമാണ്. അപ്പോൾ 2009 ഞാൻ ആദ്യമായിട്ട് ഗുരുകുലത്തിൽ പൂരക്കളി ട്രെയിനറായിട്ട് വരുന്നത്. ആ വർഷം തന്നെ നമ്മൾ സംസ്ഥാന തലത്തിൽ 3ാം സ്ഥാനത്തെത്തി. തൊട്ടടുത്ത വർഷം നമ്മൾ സംസ്ഥാനത്ത് 1ാം സ്ഥാനം വന്നു. അതായത് കണ്ണൂർ കാസർഗോഡ് ജില്ലയുടെ തനത് കലയായ പൂരക്കളിക്ക് കണ്ണൂർ കാസർഗോഡ് ജില്ലയ്ക്ക് പുറത്തേക്ക് 1ാം സ്ഥാനം നേടിയത് ഗുരുകുലമാണ്. അപ്പോൾ തുടർച്ചയായിട്ട് 2015 വരെ ഗുരുകുലം എല്ലാ വർഷവും സ്റ്റേറ്റിൽ 1ഓ 2ഓ സ്ഥാനത്ത് ഹൈസ്കൂളും ഹയർ സെക്കൻഡറി ഉണ്ടായിരുന്നു. 2015 മുതൽ ഒരു 5 വർഷം ഞാൻ അവിടെ നിന്ന് വേറൊരു സ്കൂളിലേക്ക് മാറി. അപ്പോൾ ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് ഞാൻ തിരിച്ച് വീണ്ടും ഗുരുകുലത്തിലേക്ക് വന്നു. ഇപ്പോൾ 3 വർഷമായിട്ട് നമ്മൾ സംസ്ഥാന തലത്തിൽ നമ്മൾ പങ്കെടുക്കുന്നു. ഇപ്പോൾ സംസ്ഥാനത്ത് പൊസിഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വലിയ നഷ്ടമാണ്. കാരണം എപ്പോഴും ആ ഒരു ഉന്നതിയിൽ നിൽക്കേണ്ട ഒരു ടീമിന് ആ ഒരു ഇത് കിട്ടാതെ, ഈ അധ്വാനത്തിന് അർഹപ്പെട്ട ഒരു വില കിട്ടാതെ പോകുന്നൊരവസ്ഥ ഉണ്ട്. വടക്കൻ കളരി സമ്പ്രദായം, ഒരു തെക്കൻ മധ്യ കേരളം വടക്കൻ കൂടാതെ നമ്മുടെ തുളുനാടൻ കളരിയുടെ ഭാഗമായിട്ടുള്ള വട്ടേന്തിരിപ്പ് സമ്പ്രദായം എന്ന് പറയുന്നൊരു കളരി സമ്പ്രദായമുണ്ട്. അപ്പോൾ അതിലെ മെയ്പ്പായിട്ടിലെ ഭാഗങ്ങളാണ് ഇതിലത്തെ എല്ലാ ചുവടുകളും. കളരിയുമായിട്ട് നല്ല ബന്ധമുള്ള കലാരൂപമാണ്. പിന്നെ ഇത് നമ്മുടെ കലോത്സവ വേദിയിലുള്ള സംഘക്കളികളിൽ, അതായത് ഒപ്പന, തിരുവാതിര, കോൽക്കളി, ദഫ്മുട്ട്, അരപ്പനമുട്ട്, വട്ടപ്പാട്ട് എന്നൊക്കെ പറയുന്ന എല്ലാ കലാരൂപത്തിലും 10 മിനിറ്റാണ് സമയദൈർഘ്യം. ഈ 12 പേര് 20 മിനിറ്റ് അവർ തന്നെ പാടി കളിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ പങ്കാളിത്തം കമ്പാരിറ്റീവ്ലി കുറയുന്നത്. ഇവിടെ ബാക്കിയുള്ള ഐറ്റത്തിലൊക്കെ എല്ലാ സബ്ജക്റ്റിൽ നിന്നും ടീം വരുമ്പോൾ ഇന്നിവിടെ 4 ടീമാണ് പങ്കെടുത്തത്. അപ്പോൾ ഇത് ഏറെ പ്രയാസമുണ്ട് ഇത് പരിശീലിച്ചെടുക്കാം. അപ്പോൾ ഇവർ ജൂൺ തൊട്ട് തുടങ്ങുന്ന ചിട്ടയായ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും നന്നായിട്ട് ഇത് അവതരിപ്പിക്കാൻ പറ്റുന്നത്. സംസ്ഥാന തലത്തിൽ കടുത്ത മത്സരം പൂരക്കളിയിൽ ഉറപ്പാണ്. അവിടെയും കരുത്തുകാട്ടാൻ കഴിയുമെന്ന ഉറപ്പിലാണ് ഗുരുകുലത്തിന്റെ സംഘം തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. തബലയിൽ കൊട്ടി തകർത്ത് ഒരേ ഗുരുവിന് കീഴിലുള്ള ശിഷ്യന്മാർ. ഹൈസ്കൂൾ വിഭാഗത്തിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലും പാലക്കാട് വെട്ടത്ത് സച്ചിൻ ബെൽ പരിശീലിപ്പിക്കുന്ന മത്സരാർത്ഥികളാണ് സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. തബലയിൽ അസാധാരണമായ പ്രാവീണ്യമുണ്ട് പാലക്കാട് വെട്ടത്ത് സച്ചിൻ ബെൽ പരിശീലിപ്പിച്ച മത്സരാർത്ഥികൾക്കെല്ലാം. കഴിഞ്ഞ കുറെ വർഷങ്ങളായി പാലക്കാട് ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന തലത്തിൽ മത്സരിക്കുന്നത് സച്ചിൻ ബെൽ പരിശീലിപ്പിച്ച വിദ്യാർത്ഥികളാണ്. ശ്രീകൃഷ്ണപുരത്ത് നടക്കുന്ന പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ തബലയിൽ 1ാം സ്ഥാനം നേടിയത് പട്ടാമ്പി ഓങ്ങല്ലൂർ CGM ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ ശ്രീഹരി R. ബാബുവാണ്. തുടർച്ചയായ 3ാം തവണയാണ് ശ്രീഹരി സംസ്ഥാന തലത്തിൽ പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി മത്സരിക്കുന്നത്. ഹയർ സെക്കൻഡറി തലത്തിലാവട്ടെ ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദർശ് എയും 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഇരുവരെയും പരിശീലിപ്പിച്ചതും പാലക്കാട് വെട്ടത്ത് സച്ചിൻ ബെൽ എന്ന തബല കലാകാരനാണ്. ഒരേ പരിശീലകന് കീഴിൽ തബല പരിശീലിക്കുന്ന ഇരുവരും ഒരുമിച്ച് സംസ്ഥാന തലത്തിൽ ജില്ലയ്ക്ക് വേണ്ടി മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങളെ തബല പഠിപ്പിക്കുന്നത് സച്ചിൻ ബെൻ സാറാണ്. ഞാൻ 2 കൊല്ലമായിട്ട് തബല പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
ഞാനൊരു 5 കൊല്ലമൊക്കെ പഠിക്കുന്നുണ്ട്. ആദ്യത്തെ ഗുരു പറയുന്നത് ഗോപാല മാസ്റ്ററാണ് വാടനെ കുറിച്ചുള്ളത്. ഇപ്പോൾ സച്ചിൽ ബൈ മാഷിൻ്റെ അടുത്താണ് പഠിക്കുന്നത്. 3 കൊല്ലമായിട്ട്. എൻ്റെ പേര് ആദർശ്. എൻ്റെ പേര് ശ്രീഹരി ആർ ബാബു. സ്കൂളിൻ്റെ പട്ടാമ്പി CGM EMHSS. എൻ്റെ സ്കൂള് GHSS ചാത്തന്നൂർ. അതെ, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് സാറിൻ്റെ വീടും. ഒരു രവി വേണുഗോപാൽ പറഞ്ഞിട്ടൊരു മാഷുണ്ട്. അവരുടെ ഗുരുവാണ് ഈ സച്ചിൽ ബെൻ മാഷ്. അവരുടെ അടുത്ത് അങ്ങനെ പോയതാണ്. ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മോണോ ആക്ട് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയത് തൃക്കടീരി PTMHSSലെ മായ സാജനാണ്. കലാഭവൻ ഔഷാദിന്റെ ശിക്ഷണത്തിലാണ് മായ ഇത്തവണ മത്സരിക്കാൻ ഇറങ്ങിയത്. തൂതയിലെ സാജൻ രശ്മി ദമ്പതികളുടെ മകളാണ് മായ. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ മായയുടെ പ്രകടനം കാണാം. யாருமே நம்பவில்லையே. நான் நம்புறேன்டா. இந்த அற்புதமா இருக்குடா உனக்கு. ராகுல்ஜி பரஞ்சில்லே, உனக்கு விடுதல் கிடைச்சாச்சுடா. உனக்கு விடுதல் கிடைச்சாச்சு. எப்படி 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 வேண்டாமா? எனக்கு உங்க மகனாக முடியாது. I'm a culprit. Bobby. വെളിച്ചം പടത്തേണ്ട 2 ബാറ്ററി ജീവിതം ഇരുട്ടിലാക്കിയ പേരറിവാളൻ ഇന്നും ജീവിക്കുന്നു. കുറ്റബോധത്തിന്റെ ദുഃഖഭാരവും പേറി. നന്ദി, നമസ്കാരം. മറ്റു വാർത്തകളിലേക്ക്. CPM വർഗീയതയുടെ പ്രചാരകരായി മാറുന്നുവെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ MLA. മുസ്ലിം ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രവർത്തക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂനപക്ഷ വിരുദ്ധ സമീപനമാണിപ്പോൾ CPMന്റേത്. തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമില്ലാത്തതുകൊണ്ടാണ് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ MLA പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ വലിയ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നല്ല വർത്തമാനം പറഞ്ഞു. ഇവിടെയൊക്കെ CAA റാലികൾ നടന്നു, അല്ലേ? പക്ഷെ അതിന് നിങ്ങൾ ജനങ്ങളെ പറ്റിച്ചാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ CPM ഇവിടെ റാലി നടത്തിയിട്ട് വല്ല കാര്യം. അത് ചെയ്യേണ്ടത് ഇന്ത്യൻ പാർലമെന്റിലാണ്. അതിന് ഒരു BJP ഇതര ഗവൺമെന്റ് വരികയാണ് വേണ്ടത്. അതിന് കോൺഗ്രസിനെയാണ് ശക്തി കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങളുടെ ആ കാപട്യം ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ല. പക്ഷെ നിങ്ങൾ പ്ലേറ്റ് കൊടുത്തു. ന്യൂനപക്ഷ പ്രീണനം നടത്തി നോക്കി, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ പിന്നാലെ പോയി അവരെ പറ്റിക്കാൻ നോക്കി. പക്ഷെ അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധത തെരഞ്ഞെടുപ്പിൽ പ്രകടമായി. അവിടെ നിങ്ങളല്ല സഹായിക്കുന്നത്. നിങ്ങൾ എന്ത് അഭ്യാസം കാട്ടിയിട്ട് കാര്യമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി വരണം എന്ന രാഷ്ട്രീയ പ്രബുദ്ധത, എന്ന രാഷ്ട്രീയ ബോധം അവർക്കുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. എന്താ നിങ്ങളുടെ രാഷ്ട്രീയം? ഞങ്ങൾ BJPക്കെതിരാണ്, ഞങ്ങളെ ജയിപ്പിച്ചോളൂ, എന്നിട്ടോ അവിടെ പോയി ഞങ്ങൾ കോൺഗ്രസിനെ പിന്തുണക്കാം. ഇതായിരുന്നു നിങ്ങളുടെ രാഷ്ട്രീയം. കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞു, അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ അവിടെ പറ്റി കൊടുക്കണം, ഞങ്ങൾ നേരിട്ട് കൊടുത്തോളാം. കോടതിപ്പടിയിൽ വെച്ച് നടന്ന നിയോജക മണ്ഡലം ലീഗ് പ്രവർത്തക സമിതി യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ അധ്യക്ഷത വഹിച്ചു. സമസ്ത നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി. ലീഗിനെയും സമസ്തയും തമ്മിൽ പിരിക്കാമെന്ന് ആരും വിചാരിക്കേണ്ടെന്ന് അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു. നമ്മുടെ കെട്ടുറപ്പിന്റെ ഭദ്രത കുറവ് കൊണ്ടാണ് പല സ്ഥലത്തും നമുക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നത്. നമ്മൾ കെട്ടുറപ്പോടെ ഒന്നും സംഭവിക്കാതെ വർഗീയ പ്രചരണം നടത്താൻ വരെ പാലക്കാട് ശ്രമിച്ചു. വർഗീയത പ്രചരിപ്പിക്കാം, പത്രത്തിൽ പരസ്യം കൊടുത്തത് വൃത്തികേട് ചെയ്യാം. ഞങ്ങളൊക്കെ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചതാണ്. കൂടുതൽ ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ. ഇപ്പോൾ സമസ്ത മുസ്ലിം തമ്മിൽ പല അസ്വാരസ്യം ഉണ്ടാക്കാൻ പലരും ശ്രമിക്കുന്നു. നിങ്ങൾ ആരും അതിന് കക്ഷി ചേരേണ്ട. അത് തീർക്കാൻ മാത്രം യോഗ്യരായ നേതാക്കൾ സമസ്തത്വമുണ്ട്, മുസ്ലിം ലീഗിനുമുണ്ട്. അതിനിടയ്ക്ക് ഒന്നും ചെയ്യാതിരുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ തീർന്നു പറയാം. മുസ്ലിം ലീഗ് ഒരു വഴിക്കും ഇത് വേറൊരു വഴിക്കും ആക്കാൻ ആര് ശ്രമിച്ചാലും ആ നടക്കുന്ന കാര്യമില്ല. ഞങ്ങൾ അതിനൊന്ന് സമ്മതിച്ചു കൊടുക്കും. ജനറൽ സെക്രട്ടറി ഹുസൈൻ കോളശ്ശേരി, കളത്തിൽ അബ്ദുള്ള, അഡ്വക്കേറ്റ് TS സിദ്ദീഖ്, കല്ലടി അബൂബക്കർ, TS സലാം, ഗഫൂർ കോൽക്കളത്തിൽ, MT അസ്ലം, KU ഹംസ എന്നിവർ പ്രസംഗിച്ചു. പെരിന്തൽമണ്ണ നഗരത്തിലെ പ്രധാന ബൈപ്പാസ് റോഡായ ജൂബിലി റോഡ് ഗതാഗത യോഗ്യമാക്കാൻ നഗരസഭയ്ക്ക് ഫണ്ടില്ല. ഈ സാഹചര്യത്തിൽ റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കണമെന്ന് പ്രതിപക്ഷ കൗൺസിലർ പത്തത്ത് ജാഫർ ആവശ്യപ്പെട്ടു. ഏറെക്കാലമായി തകർന്നു കിടക്കുന്ന ജൂബിലി റോഡ് 2.5 കോടി രൂപ ചെലവഴിച്ച് BMBC സംവിധാനത്തിൽ നവീകരിക്കാൻ നഗരസഭ മുമ്പ് തീരുമാനിച്ചിരുന്നു. എന്നാൽ നഗരസഭയിൽ ഈ പദ്ധതിക്ക് നീക്കിവെക്കാൻ ഫണ്ടില്ലാത്ത കാരണത്താൽ DPC അംഗീകാരം ലഭിച്ചില്ല. ഈ സാഹചര്യത്തിൽ
പൊതുമരാമത്ത് വകുപ്പിനെ റോഡ് ഏറ്റെടുപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷാംഗവും പ്രദേശത്തെ കൗൺസിലറുമായ പത്തത്ത് ജാഫർ ആവശ്യപ്പെട്ടു. നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രമേയവും അവതരിപ്പിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയിലെ ഒരു പ്രധാന റോഡ് ബൈപ്പാസായിട്ട് ഉപയോഗിക്കുന്ന റോഡാണ് ജൂബിലി റോഡ്. അതിന്റെ ശോചനീയാവസ്ഥ തുടങ്ങിയിട്ട് മാസങ്ങളായിട്ടുണ്ട്. പക്ഷെ നഗരസഭ ഇതിലേക്ക് യാതൊരുവിധ ഫണ്ടും നീക്കി വെക്കാത്തൊരു സാഹചര്യത്തിൽ ഞാൻ നഗരസഭാ കൗൺസിലിൽ ഒരു പ്രമേയം കൊടുത്തിട്ടുണ്ട്. അത് PWD ഏറ്റെടുക്കണം, ഐക്യകണ്ഠേന ഏറ്റെടുത്ത് PWD കൈമാറണം. കാരണം നഗരസഭക്ക് പൂർത്തിയാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഫണ്ട് ഷോർട്ട് എന്ന സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനൊരു പ്രമേയം കൊടുത്തിട്ടുള്ളത്. അത് അടുത്ത കൗൺസിലിൽ അത് ഐക്യകണ്ഠേന പാസ്സാക്കി PWDക്ക് കൈമാറുമെന്നാണ് എനിക്ക് പ്രതീക്ഷയുള്ളത്. നിലവിലെ റോഡ് നഗരസഭയുടെ കീഴിലുള്ള റോഡാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം കൗൺസിലില് അടക്കം ചെയർമാൻ 2.5 കോടിയുടെ ഒരു വികസന പ്രവർത്തനം അവിടെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ DPC അത് തള്ളിയിരിക്കുകയാണ്. കാരണം നഗരസഭയിൽ ഫണ്ട് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് DPC മുടക്കിയ സാഹചര്യത്തിൽ ഇനി എന്ത് ചെയ്യുമെന്നുള്ളത് നഗരസഭ തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അടിയന്തര പ്രാധാന്യത്തോടു കൂടി ആ റോഡ് ഗതാഗത യോഗ്യമാക്കിയിട്ടില്ലെങ്കിൽ വളരെ പ്രയാസമുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. ഒരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ തുവൂർ പഞ്ചായത്ത് കമ്മിറ്റി ടൗൺ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അസീസ് ചാത്തോലി ഉദ്ഘാടനം ചെയ്തു. അപ്രായോഗികമായ NMMS, ജിയോ ടാഗ് എന്നിവ പിൻവലിക്കുക, തൊഴിൽ ദിനങ്ങൾ 200 വർദ്ധിപ്പിക്കുക, പ്രതിദിന കൂലി 600 രൂപയാക്കുക, തൊഴിൽ സമയം രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെയാക്കുക, അർഹരായ മുഴുവൻ തൊഴിലാളികൾക്കും തൊഴിൽ ഉറപ്പാക്കുക, സംസ്ഥാനത്തിന് അർഹമായ ലേബർ ബജറ്റ് അനുവദിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് NREG വർക്കേഴ്സ് യൂണിയൻ തുവൂർ പഞ്ചായത്ത് കമ്മിറ്റി ടൗൺ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അസീസ് ചാത്തോലി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ ദിനങ്ങൾ നൽകാതെ ഈ പദ്ധതിയെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. ഒരു ശരാശരി തൊഴിലാളിക്ക് 365 ദിവസത്തിൽ 57 തൊഴിൽ ദിനങ്ങളാണ് ഇന്ത്യ രാജ്യത്ത് കിട്ടുന്നത്. കേരളത്തിൽ അത് 67ആണ്. ഏറ്റവും ചുരുങ്ങിയത് 100 തൊഴിൽ ദിനങ്ങളെങ്കിലും ലക്ഷ്യമിടുന്ന തരത്തിലേക്ക് ഈ പരിപാടിയെ വികസിപ്പിക്കുകയും ഇന്ത്യ രാജ്യത്തിൻ്റെ അതിദരിദ്രമായ ഗ്രാമീണ ചുറ്റുപാടുകളിൽ നിന്ന് സാധാരണ ജനങ്ങളെ മോചിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് NREGS മുന്നോട്ട് വെക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മുദ്രാവാക്യം. പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ സീന തരിപ്രമുണ്ട ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് സുരേഷ് ബാബു നീലാഞ്ചേരി, P സുചിത്ര, P ഗോപി, A നാരായണൻകുട്ടി, CK നാണി, ഷിഹാബ് തെക്കുംപുറം, CP ബിബിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ തുവൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യവുമായി KSSPയും പട്ടാമ്പിയിൽ ട്രഷറിക്ക് മുന്നിൽ പെൻഷൻകാർ ധർണ നടത്തി. പുതുതായി നടപ്പിലാക്കിയ 4 ലേബർ കോഡുകൾ പിൻവലിക്കുക, വിലകയറ്റം തടയുക, പൊതുവിതരണം ശക്തിപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകളും സംയുക്ത കിസാൻ മോർച്ചയും നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് KSSPU പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി ട്രഷറിക്ക് മുന്നിൽ ധർണ നടത്തിയത്. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം M രാമചന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു. 25ാം വാർഷികം ഇന്ന് കേരളത്തിലെമ്പാടും ഭരണഘടനാ സംരക്ഷണ ദിനമായി ആചരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിച്ച് 7 പതിറ്റാണ്ടുകൾ കൂടെ കഴിഞ്ഞതിന് ശേഷവും രാജ്യത്ത് കോടിക്കണക്കായ ആളുകൾക്ക് ഭക്ഷണം നൽകുന്ന, വിശപ്പ് മാറ്റാൻ ആവശ്യമുള്ള ഭക്ഷണം നൽകുന്ന കൃഷിക്കാരിന്ന് ആകെ കഷ്ടത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരെ സംരക്ഷിക്കാൻ അഭിമാനകരമായി രാജ്യത്തെ കൃഷിക്കാരാണ് ഞങ്ങൾ എന്ന് പറയാൻ
തങ്ങളുടെ ഉൽപ്പന്നത്തിന് ന്യായമായി ലഭിക്കുക, തങ്ങളുടെ മക്കളെ സംരക്ഷിക്കാൻ ഈ കൃഷി കൊണ്ട് കഴിയും എന്നുള്ള ഒരവസ്ഥ നമ്മുടെ രാജ്യത്ത് ഇതുവരെ ഉണ്ടാക്കാൻ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും എന്തുകൊണ്ട് കാർഷിക മേഖലയിൽ ആളുകൾ അങ്ങനെ നിൽക്കാതിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയാണ്. രാജ്യത്ത് കോടിക്കണക്കായ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആ കൃഷിക്കാരെ സംരക്ഷിക്കാൻ കഴിയാത്ത ഗവൺമെൻറ്റാണ് എന്നുള്ളതാണ് നടന്ന ദേശീയ പ്രക്ഷോഭം. അതിരക്തമായ പ്രക്ഷോഭങ്ങൾ ഏതാണ്ട് ഒരു വർഷക്കാലം നീണ്ടുവന്ന പ്രക്ഷോഭമാണ് 22 മുതൽ 23 വരെ. എം രാജേന്ദ്രൻ നായർ, NP പിള്ള, വിജയൻ MS, സുധാകരൻ, ശങ്കരനാരായണൻ, ഉഷാദേവി, കെ രാധ, ശിവശങ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിൽ ഉൾപ്പെട്ട വിളയൂർ സ്വദേശി മുഹമ്മദ് റിയാസിന് ജന്മനാട്ടിൽ ഉജ്ജ്വല സ്വീകരണം. ജനപ്രതിനിധികളും സ്വീകരണത്തിൽ പങ്കെടുത്തു. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിൽ ഉൾപ്പെട്ട വിളയൂർ കണ്ടേങ്കാവ് സ്വദേശി മുഹമ്മദ് റിയാസിന് ജന്മനാട്ടിൽ ആവേശകരമായ വരവേൽപ്പാണ് നൽകിയത്. കണ്ടേങ്കാവ് ലക്കി സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണമൊരുക്കിയത്. വിളയൂർ സെന്ററിൽ നിന്നും വാദ്യമേളങ്ങളുടെയും ബൈക്ക് റാലിയുടെയും അകമ്പടിയോടെയാണ് കണ്ടേങ്കാവിലേക്ക് മുഹമ്മദ് റിയാസിനെ വരവേറ്റത്. പഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ, വൈസ് പ്രസിഡന്റ് KP നൌഫൽ, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവർ ചേർന്ന് റിയാസിനെ സ്വീകരിച്ചു. ചടങ്ങിൽ മുഹമ്മദ് റിയാസ് മറുപടി പ്രസംഗവും നടത്തി. 2021 സന്തോഷ് ട്രോഫിയിൽ കർണാടകയ്ക്ക് വേണ്ടിയും മുഹമ്മദ് റിയാസ് കളിച്ചിരുന്നു. ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം നെല്ലായിൽ വെച്ച് നടന്നു. P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ജന്മനാലും അപകടം മൂലവും മാറാരോഗങ്ങളായും ജീവിതം വീൽചെയറിൽ കഴിക്കേണ്ടി വരുന്ന ഭിന്നശേഷിക്കാരുടെ കൂട്ടായ്മയാണ് ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ. കൂട്ടായ്മയുടെ 4ാമത് പതാക ദിനവും ജില്ലാ സമ്മേളനവും ആണ് നെല്ലായ ഗ്രേസ് ഓഡിറ്റോറിയത്തിൽ നടന്നത്. ചൊവ്വാഴ്ച നടന്ന പരിപാടി P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ഈ വീൽചെയർ അസോസിയേഷൻ ഒരു സംഘടന രൂപീകരിക്കപ്പെട്ട് ആ സംഘടന തികച്ചും ജനാധിപത്യപരമായ വിധത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു സംഘടന രൂപീകരിച്ചതിന് ശേഷം നമുക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞ സഞ്ചാരപഥത്തിൽ നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കൂടി ചർച്ച നടത്തി നമ്മൾക്ക് കൂടുതൽ അംഗീകാരവും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രാതിനിധ്യവും അതിൻ്റെ ഭാഗമായി എനിക്ക് നമുക്ക് ലഭിക്കേണ്ടുള്ള മറ്റ് സംവിധാനങ്ങളെ സംബന്ധിച്ചും ചർച്ച നടത്തി തീരുമാനിച്ച് കൂടുതൽ വ്യക്തതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരത്തിലുള്ള സംഘടന കൊണ്ട്, സംഘടനാ പ്രവർത്തനം കൊണ്ട്, സമ്മേളനം കൊണ്ട്, സമ്മേളനത്തിൻ്റെ ചർച്ച കൊണ്ട് സാധ്യമാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. AKWRF പാലക്കാട് ജില്ലാ പ്രസിഡന്റ് TA അബ്ദുൽ കരീം സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സമ്മേളനം കൺവീനർ T. ഫൈസൽ, സുലേഖ പറക്കാട്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നെല്ലായി യൂണിറ്റ് പ്രസിഡന്റ് ഹാഷിം, പഞ്ചായത്ത് പ്രസിഡന്റ് K. അജേഷ്, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാഫി, പഞ്ചായത്ത് അംഗങ്ങളായ അൻവർ സാദത്ത്, വിഷ്ണുരാജ്, അരുൺകുമാർ, ശ്രീജ തുടങ്ങിയവരും മറ്റു സാമൂഹിക രാഷ്ട്രീയ പൊതുപ്രവർത്തന മേഖലയിലെ പ്രമുഖരും സമ്മേളനത്തിൽ പങ്കെടുത്തു. കടലിനടിയിലെ വിസ്മയ കാഴ്ചകൾ സമ്മാനിക്കുന്ന മറൈൻ എക്സ്പോയുടെ പെരിന്തൽമണ്ണയിലെ പ്രദർശനം ഡിസംബർ 8 വരെ നീട്ടി. അത്യപൂർവമായ അലങ്കാര മത്സ്യങ്ങളും ഫിലിപ്പൈൻ സുന്ദരികളായ മത്സ്യകന്യകളെയും നേരിൽ കാണാവുന്ന എക്സ്പോ ഏവരെയും ആകർഷിക്കുകയാണ്. ദിവസവും വൈകിട്ട് 4 മണി മുതൽ രാത്രി 9:30 വരെയാണ് പ്രദർശനം. കടലിനടിയിലെ വിസ്മയ കാഴ്ചകളൊരുക്കി പെരിന്തൽമണ്ണയിലെ മറൈൻ എക്സ്പോ പ്രദർശനം തുടരുകയാണ്. ഒക്ടോബർ 25 ആരംഭിച്ച പ്രദർശനം 1 മാസം പിന്നിട്ടു.
ഇതിനകം 10,000-കണക്കിന് ആളുകൾ മറൈൻ എക്സ്പോ കണ്ടുകഴിഞ്ഞു. ഒരു മാസം നിശ്ചയിച്ചിരുന്ന പെരിന്തൽമണ്ണയിലെ മറൈൻ എക്സ്പോയുടെ പ്രദർശനം ഡിസംബർ 8 വരെ നീട്ടി. ഇതിനാൽ കൂടുതൽ ആളുകൾക്ക് എക്സ്പോ കാണാൻ അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ. ഒക്ടോബർ 20 തുടങ്ങി, ഇത് നവംബർ 25 വരെ ഇന്ന് ലാസ്റ്റ് ആയിരുന്നു. തിരക്ക് കാരണവും ജനങ്ങളുടെ അഭിപ്രായം കാരണം അടുത്ത മാസം 8 തീയതി വരെ ആയിരിക്കുന്നു. മത്സ്യകന്യകയും ടണലും എല്ലാം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. സ്റ്റാളുകളും അമ്യൂസ്മെന്റുകാർക്ക് എല്ലാം ഇഷ്ടപ്പെട്ടുകൊണ്ട് ജനങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. 8 തീയതി വരെ ഇത് നടക്കുന്നതാണ്. ഗ്ലാസ് ടണലിനുള്ളിൽ ഫിലിപ്പൈൻ സുന്ദരികളായ കലാകാരികൾ മത്സ്യകന്യകളായി നീന്തി കളിക്കുന്ന പ്രകടനമാണ് മറൈൻ എക്സ്പോയിലെ മുഖ്യ ആകർഷണം. അത്യപൂർവവും മനോഹരവുമായ അലങ്കാര മത്സ്യങ്ങളും അണ്ടർ വാട്ടർ അക്രലിക് ഗ്ലാസ് ടണലും അക്വേറിയവുമെല്ലാം കാണേണ്ട കാഴ്ചകളാണ്. കുട്ടികൾക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള മെർമെയ്ഡിൻ്റെ ഷോ, അതുപോലെ ഫിഷസ്, നമ്മൾ കാണാത്ത കുറേ ഫിഷസ് ഉണ്ട്. അപ്പോൾ അത് കുട്ടികൾക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അനുഭവമാണ്. പിന്നെ നമ്മൾ എല്ലാ എക്സ്പോയിലും കാണുന്ന പോലെ കുറച്ച് റൈഡ്സ്, ഫുഡ് കോർട്ട്, അങ്ങനത്തെ കുറച്ച് എക്സ്പീരിയൻസ്, ഏതായാലും നല്ല എക്സ്പീരിയൻസ് ആണ്. പാലക്കാട് എക്സ്പോ വന്നപ്പോൾ പോലും ഞങ്ങൾക്ക് പെരിന്തൽമണ്ണക്കാർക്ക് ഇത് കാണാൻ പറ്റില്ലയോ എന്നുള്ളൊരു സംശയത്തിലായിരുന്നു ഞങ്ങൾ. പക്ഷേ പെരിന്തൽമണ്ണയിൽ എക്സ്പോ എത്തി. മത്സ്യകന്യക, അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയുള്ള ഒരുപാട് റൈഡുകളുണ്ട്. എക്സ്പോ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. പെരിന്തൽമണ്ണയിൽ വന്നത് ഞങ്ങൾ പെരിന്തൽമണ്ണക്കാർക്ക് അഭിമാനമാണ്. A to Z ഇവന്റ്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിലാണ് എക്സ്പോയുടെ പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. എക്സ്പോയുടെ ഭാഗമായി വിവിധ സ്ഥാപനങ്ങളുടെ വ്യാപാര സ്റ്റാളുകൾ ഉൾക്കൊള്ളിച്ചുള്ള പവലിയനും ഫുഡ് കോർട്ടും പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ഉല്ലസിപ്പിക്കാൻ വിവിധ റൈഡുകൾ അടങ്ങുന്ന അമ്യൂസ്മെന്റ് പാർക്കും സജീവമാണ്. എക്സ്പോ കാണാൻ എത്തുന്നവർക്ക് ആസ്വദിക്കുവാനായി സ്റ്റേജ് എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകളും കലാവിരുന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പെരിന്തൽമണ്ണ പട്ടാമ്പി ചെർപ്പുളശ്ശേരി റോഡിൽ സപ്ലൈകോയുടെ എതിർവശത്താണ് മറൈൻ എക്സ്പോയുടെ പ്രദർശന നഗരി. വൈകിട്ട് 4 മണി മുതൽ രാത്രി 9:30 വരെയാണ് പ്രദർശനം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSU നൽകിയ ഹർജി പരിഗണിച്ച് ഹൈക്കോടതി ഉത്തരവ്. ഒറ്റപ്പാലം NSS കോളേജിലെ ക്രമസമാധാന പ്രശ്നത്തെ തുടർന്ന് നിർത്തിവെച്ച യൂണിയൻ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാൻ നിർദ്ദേശം. കോളേജിലെ വരണാധികാരിയോട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഉത്തരവിട്ട് ഹൈക്കോടതി. അധിക ഫെയർ വാല്യൂ നിശ്ചയിച്ച് വിവാദമായ പാതാക്കര മലയിൽ വീണ്ടും സ്ഥലം ഏറ്റെടുക്കാൻ നഗരസഭാ തീരുമാനം. ഇതിനെതിരെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി CPM കൗൺസിലർമാർ. പട്ടാമ്പി നഗരസഭയിലെ വാർഡ് വിഭജനം രാഷ്ട്രീയ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വാർഡ് വിഭജനമാണ് നടന്നിരിക്കുന്നതെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. അശാസ്ത്രീയമായ വാർഡ് വിഭജനം അധികാര വികേന്ദ്രീകരണത്തെ അട്ടിമറിക്കുന്നതാണെന്നും ബൽറാം. 35ാമത് മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കോട്ടക്കലിൽ തുടക്കമായി. 5 ദിവസങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവം ശ്രീകൃഷ്ണപുരത്ത് തുടരുന്നു. വാടനാംകുറിശ്ശിയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ മോഷണ ശ്രമം. 10ാം വാർഡ് മെമ്പർ പ്രിയ പ്രശാന്തിന്റെ വീട്ടിലും കള്ളനെത്തി. കുറുവ സംഘമല്ലെന്ന് പോലീസ്. പെരിന്തൽമണ്ണ കുളത്തൂരിൽ ഓട്ടോറിക്ഷയിൽ വിൽപ്പനയ്ക്കെത്തിച്ച കഞ്ചാവുമായി 2 പേർ കൊളത്തൂർ പോലീസിന്റെ പിടിയിൽ. കോഴിക്കോട്, കണ്ണൂർ സ്വദേശികളാണ് പിടിയിലായത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.